നെക്സ്റ്റ് നമ്മൾ തേർഡ് മൊഡ്യൂളിലെ എസ്സേ ആണ് റിക്രൂട്ട്മെൻറ്റ്. വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ്? എന്താണ് റിക്രൂട്ട്മെൻറ്റ്? നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇറ്റ് മീൻസ് ഫില്ലിങ് അപ്പ് ഓഫ് വേക്കൻറ്റ് പോസ്റ്റ്. വേക്കൻറ്റ് പോസ്റ്റ് ഫില്ല് ചെയ്യുന്നതിനെ നമുക്ക് എന്താ പറയാം? റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയാം അല്ലേ. The process of recruitment is of vital importance to the administrative system of a country as a whole. ഇപ്പം പ്രോസസ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഇപ്പം റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഒരു സ്യൂട്ടബിൾ കാൻഡിഡേറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുക എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻറ്റ്. സോ ഇറ്റ് ഡിറ്റർമിൻസ് ദ ട്രൂ ആൻഡ് കാലിബർ ഓഫ് പബ്ലിക് സർവീസ് അല്ലേ. നമ്മുടെ പബ്ലിക് സർവീസിൻ്റെ കാലിബർ എന്താണ്, അപ്പോൾ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. ഓൺ ഇറ്റ് റെസ്റ്റ് ദ യൂസ്ഫുൾനെസ് ഓഫ് റെലവൻസ് ഓഫ് മെഷീനറി ഓഫ് എ ഗവൺമെൻറ് ടു ദ സൊസൈറ്റി. ദ faulty recruitment policy inflict or a permanent weakness upon the administration. ഇപ്പോൾ തെറ്റായ രീതിയിലാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ അഡ്മിനിസ്ട്രേഷനെ അല്ലെങ്കിൽ കാര്യക്ഷമതയെ ബാധിക്കുന്നു. സോ പ്രോബ്ലംസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ദ ടെക്നിക്കൽ ഫ്രസിയോളജി ഓഫ് അഡ്മിനിസ്ട്രേഷൻ റിക്രൂട്ട്മെൻറ്റ് മീൻസ് 2 മാർക്കിന് വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. റിക്രൂട്ട്മെൻറ്റ് മീൻസ് അട്രാക്റ്റിംഗ് പ്രോപ്പർ ആൻഡ് സ്യൂട്ടബിൾ ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ് ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഒരു പ്രത്യേക ജോബിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യോജിച്ച തരത്തിലുള്ള കാൻഡിഡേറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയാം. സോ ദ ഗവൺമെൻറ് ഈസ് നോട്ട് ദ ഓൺലി എംപ്ലോയർ ഇൻ സൊസൈറ്റി. People join the service where they get better pay and other attractive conditions of service. And the securing right and competent persons for administration give rise to the following problems. ഇനി താഴെ പറയുന്ന പ്രോബ്ലംസ് ആണ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഫേസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ലൊക്കേഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് അതോറിറ്റി. സെക്കൻഡ് വൺ ഈസ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം വിത്തിൻ വേഴ്സസ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം വിത്തൗട്ട്. ക്വാളിഫിക്കേഷൻ ഓഫ് ദ എംപ്ലോയീസ്, methods of determining qualification, administrative machinery for determination of qualification. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാണ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് വൺ ഈസ് ലൊക്കേഷൻ ഓഫ് റിക്രൂട്ടിംഗ് അതോറിറ്റി. Generally speaking, there are 2 views on this respect. According to the first view, recruiting power should vest in the electorate. ഇനി ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്താണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലാണെങ്കിൽ റിക്രൂട്ടിംഗ് പവർ വെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇലക്ടറൽ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഇലക്റ്റഡ് കാൻഡിഡേറ്റിനാണ്. അതായത് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് പേരെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ആ വിങ്ങിലൂടെയാണ് റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുക. സോ ഷുഡ് വെസ്റ്റ് ഇൻ ദ ഇലക്ടറേറ്റ് ഹൂ ഷുഡ് ഇലക്ട് ആൾ ദ ഇമ്പോർട്ടൻറ്റ് ഓഫീസേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് ഈ റിക്രൂട്ടിംഗ് വിങ് ആയിരിക്കും. ഫർദർ ദീസ് ഓഫീസേഴ്സ് ഷുഡ് ബി ഇലക്റ്റഡ് ഫോർ ഷോർട്ടർ പീരീഡ്. ദിസ് സിസ്റ്റം ഈസ് ഓപ്പൺ ടു ക്രിറ്റിസിസം. ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ക്രിറ്റിസിസം ആർ ദ ഫോളോയിങ്. ഇപ്പോൾ ഒരു ഷോർട്ടർ പീരീഡിലായിരിക്കും ഇവരെ ഇലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരുപാട് ക്രിറ്റിസിസം കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യാറുണ്ട്. ഇനി പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പീപ്പിൾ മേ നോട്ട് മേക്ക് എ വൈസ് ചോയ്സ് when a large number of officials have to be elected. അപ്പോൾ ഒരുപാട് ഓഫീഷ്യൽസിനെ ഇലക്ട് ചെയ്യുമ്പോൾ പീപ്പിൾ മേ നോട്ട് മേക്ക് എ വൈസ് ചോയ്സ്. നല്ലൊരു ചോയ്സ് അല്ലെങ്കിൽ നല്ല ഒരു ചോയ്സ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. സോ പീപ്പിൾ മേ നോട്ട് മേക്ക് വൈസ് ചോയ്സ് വെൻ ലാർജ് നമ്പർ ഓഫ് ഓഫീഷ്യൽസ് ഹാവ് ടു ബി ഇലക്റ്റഡ് അല്ലേ. ഇപ്പോൾ ഒരുപാട് ഓഫീഷ്യൽസിനെയാണ് നമ്മൾ ഒരുമിച്ച് ഇലക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു വൈസ് ചോയ്സ് അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ ചോയ്സ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. പീപ്പിൾ ആർ ലൈക്ലി ടു ബി സോയിഡ് ബൈ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ 5 പേരെ ഒരു വിങ് നമ്മൾ ഇലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കത്തില്ല അടുത്ത ആളിനുണ്ടായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചിലപ്പം വേറൊരു വ്യക്തിയോടായിരിക്കും കൺസിഡറേഷൻ ഉള്ളത്. പക്ഷേ ആ കൺസിഡറേഷൻ അടുത്ത ആൾക്കും ഉണ്ടായിരിക്കില്ല. അപ്പോൾ 5 പേരാണെങ്കിൽ 5 പേർക്കും ചിലപ്പോൾ ഭിന്നാഭിപ്രായമായിരിക്കും. അത് അടുത്തൊരു ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. So people are likely to be swayed by personal consideration. Only a limited number of officials have a policy determining function, necessitating
എ പൊളിറ്റിക്കൽ കൺട്രോൾ ഓവർ ദം. ഇനി പോളിസി ഡിറ്റർമിനിങ് ഫങ്ഷൻ കുറച്ച് പേരിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. അവരെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ അതോറിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അതും ഒരു ഡ്രോബാക്കാണ്. ഇനി അടുത്ത നെക്സ്റ്റ് അല്ലെങ്കിൽ നമ്പർ 2, മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം വിത്തിൻ ആൻഡ് വിത്തൗട്ട്. മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് 2 തരത്തിലാണ്, ഫ്രം വിത്തിനും ഫ്രം വിത്തൗട്ടും. ഇതിന് നമ്മൾ ഓരോന്നും ഡീപ്പായിട്ട് എന്താണെന്ന് പഠിക്കും. ദ നെക്സ്റ്റ് പ്രോബ്ലം not less important than the location of authorities that the recruitment from within and recruitment from without. The first method is promotion. ഇപ്പോൾ വിത്തിൻ എന്ന് വെച്ചാൽ പ്രൊമോഷനാണ്. കാരണം ഓൾറെഡി അവരിന്ന സർവീസിലായിരിക്കും, എന്നിട്ട് അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ വിത്തിൻ എന്ന് പറയാം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് റിക്രൂട്ട്മെൻറ്റ് ഈസ് എ ട്രൂ സെൻസ് ഓഫ് ദ ടേം. ഇപ്പോൾ വിത്തൗട്ടാണ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രൂ സെൻസ് ഓഫ് ദ ടേം ദാറ്റ് ഈസ് വിത്തൗട്ട് എന്ന് വെച്ചാൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് പിന്നെ അവരെ എക്സാം കണ്ടക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നു. അതിനാണ് നമ്മൾ വിത്തൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വിത്തിൻ എന്ന് വെച്ചാൽ പ്രൊമോഷൻ, വിത്തൗട്ട് എന്ന് വെച്ചാൽ ഓപ്പൺ മാർക്കറ്റ്. ആൻഡ് ദീസ് 2 മെത്തേഡ്സ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഗവൺമെൻറ് മീറ്റ് ദ റിക്വയർമെൻറ്റ് ബൈ ടേക്കിംഗ് ദ റീകോഴ്സ് ടു ബോത്ത് ഓഫ് ദം. ഇപ്പോൾ 2 രീതിയിലും ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. The best solution of the problem, however, lies in the happy blend of the two in the light of administrative experience and the general political outlook. And it may be pointed out that the direct recruitment should be a rule at the lower level. For the middle level, however, the best method will be direct recruitment combined with the liberal system promotion. In merits of recruitment from without. നമ്മുടെ വിത്തൗട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും നമ്മൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന മെറിറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്നാണ് അതിന് പറയുക. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇൻ കംപ്ലീറ്റ് അക്കോർഡ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി. ഇപ്പം ജനാധിപത്യത്തിന് ഉതകുന്ന രീതിയിലാണ് ഫ്രം വിത്തൗട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുക. ഇറ്റ് പ്രൊവൈഡ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ആൾ റിഗാർഡ്ലെസ് ഓഫ് വെദർ ദേ ആർ ഓൾറെഡി ഇൻ ദ പബ്ലിക് സർവീസ് ഓർ നോട്ട്. അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ആൾ, എല്ലാവർക്കും അവിടെ തുല്യ അവസരം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല, സർവീസിലാണോ ഇല്ലയോ ഒന്നും നോക്കാറില്ല. ആൻഡ് ഇറ്റ് ഈസ് ദസ് എ ഫെയർ സിസ്റ്റം വിച്ച് ഡസ് നോട്ട് പ്രാക്ടീസ് എനി ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഇവിടെ യാതൊരു ഡിസ്ക്രിമിനേഷനും അല്ലെങ്കിൽ വിവേചനവും ഉണ്ടാകാറില്ല. സെക്കൻഡ് വൺ ഈസ് ഗവൺമെൻറ് ഹാസ് എ വൈഡർ ഫീൽഡ് ഫ്രം വിച്ച് ഇറ്റ് ക്യാൻ മീറ്റ് ഇറ്റ്സ് പേഴ്സണൽ റിക്വയർമെൻറ്റ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു വൈഡർ ഫീൽഡിൽ നിന്നാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ റിക്രൂട്ട് ചെയ്യാൻ കഴിയുക. റിക്വയർമെൻറ്റ് ഫ്രം വിത്തിൻ ഓർ സെവറൽ റെസ്ട്രിക്റ്റ് ദ ഫീൽഡ് ഓഫ് ദോസ് എംപ്ലോയീസ് ഓൺലി ഹു ആർ ഓൾറെഡി ഇൻ ദ പബ്ലിക് സർവീസ്. ഇപ്പോൾ പബ്ലിക് സർവീസിൽ ഓൾറെഡി ആണെങ്കിൽ അവരെ മാത്രം, അല്ലെങ്കിൽ ആ ഒരാൾ മാത്രമേ ഉണ്ടെങ്കിൽ ആ ആളിന് മാത്രമായിരിക്കും നമ്മൾ പ്രൊമോഷൻ കൊടുക്കുക. അതേസമയം നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നാണെങ്കിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻറ്റിൽ നിന്നായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ കാൻഡിഡേറ്റിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുക. തേർഡ് വൺ ഈസ് ഗവൺമെൻറ് ക്യാൻ കണ്ടിന്യൂ അട്രാക്റ്റിംഗ് കേപ്പബിൾ യങ് പേഴ്സൺ ആൻഡ് ഹൂ വുഡ് അതർവൈസ് ബി ഡൈവേർട്ടഡ് ടു അതർ ജോബ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഏറ്റവും ടാലൻ്റായിട്ടുള്ള വ്യക്തികൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നതിനേക്കാൾ നമ്മുടെ രാജ്യത്ത് തന്നെ അവരുടെ സേവനം കിട്ടുന്നു. And depriving the government of just share in the country is the best product of universities and education institution. ഇപ്പോൾ ബെസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ബെസ്റ്റ് പ്രോഡക്റ്റിനെ ആയിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി നമുക്ക് കിട്ടുക. ഫോർത്ത് വൺ ഈസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എൻഷുവേഴ്സ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഫ്രഷ് മെൻ ഓഫ് എബിലിറ്റീസ് ആൻഡ് കോമ്പീറ്റൻസ്. നല്ല കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഫ്രഷ് മെന്നിനെ തന്നെ നമുക്ക് കിട്ടുന്നു. This is particularly essential in the technical and professional field where new technique and ideas continue rapidly emerging. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിന് ഉതകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള വളരെ ടാലൻ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കാലിബറായിട്ടുള്ള ഓഫീഷ്യൽസിനെ നമുക്ക് സേവനത്തിന് വേണ്ടി ലഭിക്കുന്നു. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് സിൻസ് ദ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എൻഷുർ എ റെഗുലർ ഇൻഡക്ഷൻ ഓഫ് യങ് പേഴ്സൺസ് ഇൻ ദ ഗവൺമെൻറ് and in the public services kept attuned to the changing socio-economic conditions of the country. ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ചേഞ്ചസിനനുസരിച്ച് അല്ലെങ്കിൽ മാറ്റത്തിനനുസരിച്ച്
യങ്ങായിട്ടുള്ള ടാലൻ്റായിട്ടുള്ള പേഴ്സണെ നമുക്ക് രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി ലഭിക്കുന്നു. ഇനി ഡിഫക്ട്സ് എന്താണ്? ഡിഫക്ട്സ് ഓഫ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡിഫക്ട്സ് അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, the system entails huge expenditure and a lot of money is to be spent on the training of young men joining in service for the first time. അപ്പോൾ നമുക്ക് പുതിയൊരു ആളിനെയാണ് അല്ലെങ്കിൽ പുതിയൊരു ഒഫീഷ്യലിനെയാണ് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ലോട്ട് ഓഫ് ഫണ്ട് ഗവൺമെൻറ്റിന് സ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ്സ് ദ ഫസ്റ്റ് ഡ്രാബാക്ക് അല്ലെങ്കിൽ ഡിഫക്ട്സ് ഓഫ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. Second one is, it reduces incentive to good work as a chance of promotion for higher service are oblique when the post of higher rank are filled through direct recruitment. ഇപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലൂടെ നമ്മളൊരു ഒഫീഷ്യൽസിനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊമോഷൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി ഇൻ സർവീസിൽ ഇനി എനിക്ക് ഇത്രയും നാൾ ഞാൻ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചു, അപ്പം നല്ലൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കാതെ വരുന്നു. ആൻഡ് തേർഡ് വൺ ഈസ്, ദ സിസ്റ്റം ഈസ് ഓപ്റ്റ് ടു കോസ് എ ലോട്ട് ഓഫ് ഹാർഡ് ബേണിംഗ് ആൻഡ് ജെലസി ആൻഡ് ദ ഓൾഡ് എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ ആൾറെഡി ഇൻ സർവീസ് വിൽ നോട്ട് ടോളറേറ്റ് ദ യങ് ഫ്രഷ് ആൻഡ് ദ കോളേജ് യൂണിവേഴ്സിറ്റീസ് ടു ബോസ് ഓവർ ദം. അത് എപ്പോഴും ഇപ്പോൾ നമ്മുടെ യങ് മെന്നിനോട് ഒരു ജലസി ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നേരത്തെ സർവീസിലിരിക്കുന്ന വ്യക്തിക്ക് പ്രൊമോഷൻ ലഭിക്കാതെ ആ സ്ഥാനത്തേക്ക് പുതിയൊരു വ്യക്തി വരുമ്പോൾ എപ്പോഴും ആ വ്യക്തിയോട് നേരത്തെ സർവീസിലിരുന്നവർക്ക് ജലസി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഈ ഓൾറെഡി ഇൻ സർവീസ് അവർ ഒരു അല്ലെങ്കിൽ അവരുടെ ബോസ് ആവാൻ മറ്റൊരു ശ്രമിക്കുകയും അതിന് ഇവർ സമ്മതിക്കാതിരിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ നേരത്തെ സർവീസിലിരിക്കുന്നവർ തയ്യാറാകില്ല. അതാണ് അടുത്തൊരു ഡിഫക്റ്റ്. ഈവൻ ഇഫ് പീപ്പിൾ വിത്തിൻ സർവീസ് ആർ ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു കോമ്പീറ്റ് വിത്ത് ദ ഫ്രഷേഴ്സ്. അതുപോലെ തന്നെ സർവീസിലുള്ളവർ എപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്നത് ഫ്രഷേഴ്സിനോടാണ്. ആൻഡ് ദ എക്സ്പീരിയൻസ്ഡ് ആർ ലൈക്ലി ടു എക്സൽ ഓവർ ദ ലേറ്റർ ബിക്കോസ് ദ എക്സ്പീരിയൻസ് ഈസ് ബെറ്റർ ദാൻ തിയററ്റിക്കൽ നോളജ്. ഇപ്പോൾ തിയററ്റിക്കൽ നോളജിനേക്കാൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് തന്നെയാണ്. സോ അണ്ടർ ദ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റം, recourse is generally taken to examination or test or interview which are not in sure test of judging individual ability. ഇനി നമ്മൾ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ അവരെ ഇൻ്റർവ്യൂ നടത്തുന്നു അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ഇതൊന്നും ഒരു വ്യക്തിയുടെ എബിലിറ്റിയെ ജഡ്ജ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ല. ആൻഡ് ദേ കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഫുൾ പ്രൂഫ് മെത്തേഡ് ഈസ് അസസിങ് ദ പേഴ്സണൽ ട്രൈറ്റ്സ് ഓഫ് ദ അപ്ലിക്കൻസ്. അപ്പം ഇതൊന്നും അല്ലെങ്കിൽ ഈ എക്സാമിനേഷൻ വഴി അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വഴി ഒന്നും നമുക്കൊരു വ്യക്തിയുടെ കാലിബർ എന്താണ് അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി എന്താണെന്ന് അളക്കാൻ കഴിയില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഓർ അതർ ഏജൻസീസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് വിൽ ബി ഓവർ ബർഡൻഡ് ഇഫ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ് ഫോർ ഓൾ സർവീസസ്. ഇനി എല്ലാ സർവീസിലേക്കും ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പം നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപ്പോൾ അവർക്ക് ഓവർ ബർഡൻ ആവുന്നു അല്ലേ. അതായത് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യണം, എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണം, അതുപോലെ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസിക്ക് ഓവർ ബർഡനായിട്ട് മാറുന്നു. ദീസ് ആർ ദ ഡിഫക്ട്സ് ഓഫ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്.